കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിർണായക ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ സംസ്ഥാന രാഷ്ട്രീയം ഇതുവരെ കാണാത്ത അത്യന്തം നാടകീയമായ നീക്കങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. കെ.സി. വേണുഗോപാൽ, വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല എന്നീ മൂന്ന് പ്രമുഖ നേതാക്കളെ കേന്ദ്രീകരിച്ചാണ് ഡൽഹിയിൽ ചർച്ച കൊഴുക്കുന്നത്. എം.എൽ.എമാരുടെ പിന്തുണയിൽ നിലവിൽ മുന്നിട്ട് നിൽക്കുന്ന കെ.സി. വേണുഗോപാലിന് സാമുദായിക സംഘടനകളുടെ പിന്തുണ കൂടെ ലഭിച്ചത് ചർച്ചകളുടെ ഗതി മാറ്റിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി ചർച്ചയിൽ സമസ്ത കാന്തപുരം വിഭാഗം തങ്ങളുടെ പിന്തുണ കെ.സി. വേണുഗോപാലിന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കെ.സിയെ പിന്തുണച്ചുകൊണ്ട് സമസ്ത കാന്തപുരം വിഭാഗം ഹൈക്കമാൻഡിന് കത്തയച്ചു. മുഖ്യമന്ത്രിയായി കെ.സി. വേണുഗോപാൽ വരുന്നതിൽ തെറ്റില്ലെന്ന് കാന്തപുരത്തിന്റെ മകൻ അബ്ദുൾ ഹക്കീം ഹസേരി പ്രതികരിച്ചു. കെ.സി. വേണുഗോപാൽ ദേശീയ തലത്തിൽ പാർട്ടിയെ നയിക്കുന്ന നേതാവാണെന്നും ഭാരത് ജോഡോ യാത്രയുടെ ആസൂത്രണത്തിലും വിജയത്തിലും കെ.സി. വേണുഗോപാൽ വഹിച്ച നേതൃപരമായ പങ്ക് ചൂണ്ടിക്കാട്ടിയാണ് സമസ്ത കാന്തപുരം വിഭാഗം പിന്തുണ അറിയിച്ചിരിക്കുന്നത്. കെ.സിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം ഒരു സമവായത്തിന്റെ ഫോർമുലയും അബ്ദുൾ ഹക്കീം ഹസേരി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ആരാകണമെന്ന് ഒന്നുകിൽ മൂന്ന് നേതാക്കളും കൂടിയാലോചിച്ച് തീരുമാനിക്കട്ടെ എന്നും അല്ലെങ്കിൽ ആരാകണമെന്ന് ഹൈക്കമാൻഡ് പറയട്ടെ എന്നുമാണ് കാന്തപുരം വിഭാഗത്തിന്റെ നിലപാട്. എം.എൽ.എ ആവാതെ എ.കെ. ആന്റണി മുഖ്യമന്ത്രിയായ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അസ്ഹരി നിലപാട് വ്യക്തമാക്കിയത്. നാടകീയമായ രംഗങ്ങൾക്കാണ് കേരള രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കുന്നത്. മുസ്ലിം ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പിന്തുണ വി.ഡി. സതീശനാണെന്നിരിക്കെ കാന്തപുരം വിഭാഗത്തിന്റെ പിന്തുണ കൂടി കിട്ടിയ കെ.സി. വേണുഗോപാലിന് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കുകയാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും കെ.സി. വേണുഗോപാലിന്റെ സ്വാധീനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് കാന്തപുരം വിഭാഗത്തിന്റെ ഈ പരസ്യമായ പിന്തുണ. വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. എന്നാൽ സതീശൻ പക്ഷം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരുവിലേക്കിറങ്ങി പ്രതിഷേധിക്കുന്നത് ഹൈക്കമാൻഡിനെ അതൃപ്തിയിലാക്കിയിട്ടുണ്ട്. കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫിന് നേരെ ഡൽഹിയിലുണ്ടായ പ്രതിഷേധം പാർട്ടിയിലെ ഗ്രൂപ്പ് പോര് മറന്നീക്കി പുറത്തു കൊണ്ടുവന്നു. എ.ഐ.സി.സി നിരീക്ഷകരുടെ റിപ്പോർട്ട് കെ.സിക്ക് അനുകൂലമാണെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക ഹൈക്കമാൻഡിന് കീറാമുട്ടിയായി മാറിയിരിക്കുകയാണ്. മൂന്ന് നേതാക്കളെയും പിണക്കാനാവില്ലെങ്കിലും കെ.സി. വേണുഗോപാലിന് ലഭിച്ച പുതിയ സാമുദായിക പിന്തുണയും ഹൈക്കമാൻഡുമായിട്ടുള്ള അടുപ്പവും അദ്ദേഹത്തിന് മുൻതൂക്കം നൽകുന്നുണ്ട്. എങ്കിലും കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്ന ഒരു അപ്രതീക്ഷിത പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. വരും മണിക്കൂറുകളിൽ ഡൽഹിയിൽ നിന്ന് പുറത്തുവരുന്ന തീരുമാനത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരളം.